അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഔട്ട്രോ പറയാൻ മറന്നുപോയി. എന്താ വെച്ചാൽ പകുതി വെച്ച് റെക്കോർഡിങ് അങ്ങ് നിന്നുപോയി. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റെക്കോർഡിങ് നിന്ന് ഞാൻ പിന്നെ നോക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പാർട്ടിനെ അവിടെ വരെ വച്ച് നിർത്തിയാണ്. ഒന്നും ചെയ്തിട്ടില്ല, തൊട്ടിൽ പോലൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ഈ വീട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ലൈനിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഈ വീടും കൂടെ ചെയ്യാം. ഇനിയിപ്പോൾ വീട് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ വെക്കാം. അയ്യോ 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 ഓരോ ഗൈസ് പണിപ്പാളി. കറക്റ്റ് റെക്കോർഡിങ് ആയിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂ ഫോർ ബട്ട് ഇനി കറുപ്പ് എന്താക്കുന്ന ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൽ ബ്ലെൻഡ് ചെയ്ത് പോവാം. സീന് ഇവിടെ ഒരു നീല ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിക്കളാം. ശേ അവിടെ സ്ഥലം, ആ സ്ഥലത്ത് കറക്റ്റ് കിട്ടി. കണ്ടാറ് സാധനം ബാക്ക് എന്താക്കുക. അയ്യോ സീനില്ല അവിടെ. ഓ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. ഇത്ര ചെയ്തിട്ട് പോയി വിചാരിച്ചാൽ പോയാണ്. ഇപ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ അടുത്ത് വീടിൻ്റെ മേൽക്കൂരയാണ്. അതിന് വേണ്ടത് റെഡ് കൊടുക്കുക. റെഡ് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. താഴത്തേക്ക് വരുമ്പോൾ ലൈറ്റായി വരണം. കാരണം താഴെ ലെമൺ യെല്ലോ ആണ് കൊടുക്കുന്നത്. ലെമൺ യെല്ലോ കൊടുക്കുക, താഴത്തെ നിങ്ങൾ കൊടുത്തെടുക്കുക. ഓ ഭാഗ്യം അത് പോയില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിട്ട വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഭാഗത്തും ചെയ്യാം. അപ്പോൾ വരാം. കഴിഞ്ഞ വീഡിയോയിൽ ലെങ്ത് ഇത്തിരി കൂടിപ്പോയി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത്തിരി കൂട്ടട്ടെ വിചാരിച്ചിട്ടാണ്. ഒരു വീഡിയോക്ക് അത്ര ലെങ്ത് ഇല്ലയെന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഏതാ കൊടുക്കേണ്ടത്? ഞാൻ ഇത് കൊടുക്കുക. മറ്റേ നമ്മൾ മരത്തടിച്ച കളർ കൊടുക്കുകയാണ്. ഓനോ ബ്ലെൻഡായി പോയി. നമ്മൾ മേലടിച്ച കളറിനോട് ബ്ലെൻഡായിപ്പോയി. സീനില്ല. ഓക്കെ, വീട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓ ഇവിടെ എന്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ചിത്രത്തിലും വരുന്നതാണ് ഏറ്റവും സൂക്ഷിച്ച് ചെയ്യേണ്ട സാധനമാണ് ഔട്ട്ലൈൻ വരയ്ക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കളർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ബോട്ടിൽ പെയിൻറ്റിങ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയാണ്. അപ്പോൾ ബോട്ടിൽ പെയിൻറ്റിങ് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല, കുളമായി പോകുന്നു. അപ്പോൾ ഞാനിന്ന് ഉപയോഗിച്ച് ഇതെന്താ വെച്ചാൽ ഈ കറുപ്പല്ല ഈ കറുപ്പ്, ഈ കറുപ്പ് ഇതിന് ഇത്തിരി കൂടി കട്ടി കൂടുതലാണ് ബോട്ടിൽ കളർ അടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബോട്ടിൽ പെയിൻറ്റിങ് ഉള്ളത് അതിനെ കൊണ്ട് ചെയ്യാം. ഔട്ട്ലൈൻ മറ്റേ കളറിനെക്കാട്ട് ഇത്തിരി കൂടെ നല്ലത്, ഇത്തിരി കൂടെ കട്ടിയുള്ളതാണ് നല്ലത്. നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഔട്ട്ലൈൻ വരച്ചാൽ ഫുള്ള് ഡിസാസ്റ്റർ ആണല്ലോ. ഇതെല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഔട്ട്ലൈൻ വരച്ചാൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരച്ച് നിർത്താൻ പോവാണ് വീഡിയോ. ഓക്കെ, സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഫൈനൽ വ്യൂ. ഇപ്പോൾ ഇവിടെ കുറച്ച് കട്ടി കൂടി, അവിടെ ഞാൻ ബ്രഷ് ചെയ്ത് നോക്കിയില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ഫുള്ള് ഒരു ഡിസാസ്റ്റർ വീഡിയോ ആയിരുന്നു. കാരണം കുറേ തെറ്റുകൾ പറ്റി. ഇവിടെ ഫുള്ള് മുഴുവൻ